നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വയനാട് റെയിൽവേ ആശയക്കുഴപ്പത്തിന് അറുതിയില്ല. പാത അനുവദിക്കില്ലെന്ന പ്രസ്താവനകൾക്ക് പിന്നിൽ തലശ്ശേരിയും മൈസൂർ റെയിൽവേ ലോബി. സർക്കാരിനെയും മന്ത്രിയെയും ലോബികൾ തെറ്റിദ്ധരിപ്പിച്ചെന്നും ആരോപണം. പാത അട്ടിമറിക്കുന്നതിനെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങി റെയിൽവേ ആക്ഷൻ കമ്മിറ്റി. സോഷ്യൽ മീഡിയയിൽ ട്രോളർമാരും സജീവം. മഴയിൽ നനഞ്ഞ് പുഞ്ചകൃഷി. കൊയ്തെടുത്ത കറ്റകൾ മെതിച്ചെടുക്കാനാകാതെ കർഷകർ. നെല്ല് കൊയ്യാൻ തൊഴിലാളികളെ കിട്ടാത്തതും കർഷകർക്ക് തിരിച്ചടി. സംസ്ഥാനത്ത് കാട്ടാന സെൻസസ് ഈ മാസം 17 മുതൽ. സെൻസസ് നടക്കുന്നത് സംസ്ഥാനത്ത് വനത്തെ 641 ബ്ലോക്കുകളായി തിരിച്ച്. കണക്കെടുപ്പ് നടക്കുന്നത് 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം. ഗോത്രവർഗ വിദ്യാർത്ഥികളെ വിദ്യാലയത്തിൽ എത്തിക്കുന്ന ഗോത്രസാരഥിയും നിലച്ചു. TDOയുടെ അനുമതിയോടെ മാത്രമേ പദ്ധതി നടപ്പാക്കാവൂ എന്ന ഉത്തരവ്. ബത്തേരി താലൂക്കിൽ മാത്രം പദ്ധതിയെ ആശ്രയിക്കുന്നത് 38 വിദ്യാലയങ്ങൾ. പുതിയ സർക്കാരിൽ പ്രതീക്ഷയർപ്പിച്ച് ജില്ലയിലെ ഭൂസമര കേന്ദ്രങ്ങളിലെ ഗോത്രവർഗ കുടുംബങ്ങൾ. ഭൂസമരം നടക്കുന്നത് ജില്ലയിലെ 10 കേന്ദ്രങ്ങളിൽ. സമര കേന്ദ്രങ്ങളിൽ ഉള്ളത് 2000-ഓളം ഗോത്രവർഗ കുടുംബങ്ങൾ. കാരാപ്പുഴ വിനോദസഞ്ചാര കേന്ദ്രം ഉദ്ഘാടനം ഈ മാസം 21-ന്. 2 മന്ത്രിമാർ ചേർന്ന് കേന്ദ്രം നാടിന് സമർപ്പിക്കും. 501 അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു. വാർത്തകൾ വിശദമായി. വയനാട് റെയിൽവേ സർവേ നടപടികൾ ആശയക്കുഴപ്പത്തിന് അറുതിയില്ല. വനത്തിലൂടെയുള്ള പാത കർണാടക അനുവദിക്കില്ലെന്ന മന്ത്രിയുടെയും ഗതാഗത വകുപ്പ് സെക്രട്ടറിയുടെയും വിശദീകരണത്തിന് പിന്നിൽ പ്രത്യേക ലോബികളാണെന്നാണ് ആരോപണം. നിലവിൽ വനത്തിലൂടെ അണ്ടർഗ്രൌണ്ട് വഴി റെയിൽപാത അനുവദിക്കാമെന്ന ദേശീയ ഹരിത ട്രൈബ്യൂണൽ വരെ അനുമതി നൽകിയ പാതയാണ് നിലമ്പൂർ വയനാട് നഞ്ചങ്കോട് പാത. നിയമപരമായും സാങ്കേതികപരമായും തടസ്സമില്ലാത്ത പാത പ്രാദേശിക താൽപര്യത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ പോലും തെറ്റിദ്ധരിക്കപ്പെടുന്നത് അപലപനീയമാണെന്നും ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും റെയിൽവേ ആക്ഷൻ കമ്മിറ്റി. നിലമ്പൂർ വയനാട് നഞ്ചങ്കോട് റെയിൽവേ പാതയുടെ സർവേ നടപടികളുമായി ബന്ധപ്പെട്ടുള്ള വാദപ്രതിവാദങ്ങൾക്ക് അറുതിയാവുന്നില്ല. നിയമപരമായും സാങ്കേതികപരമായും യാതൊരു തടസ്സവുമില്ലാത്ത പാതയെ പിന്നോട്ടടിക്കുന്നതിന് പിന്നിൽ പ്രാദേശിക താൽപര്യത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് ആരോപണമുയരുന്നത്. കർണാടക സർക്കാർ വനത്തിലൂടെ റെയിൽപാത അനുവദിക്കില്ല എന്ന പ്രസ്താവന അടിസ്ഥാനരഹിതമാണ്. പദ്ധതിയുടെ DPR തയ്യാറാക്കുന്നതിനായി ഏറ്റെടുത്തിട്ടുള്ള DMRCയുടെ ചെയർമാൻ ഡോക്ടർ E ശ്രീധരനും ചീഫ് സെക്രട്ടറിയും ഇതുമായി ബന്ധപ്പെട്ട് കർണാടകയിലെ അധികൃതരുമായി ചർച്ച നടത്തിയപ്പോൾ ആദ്യം എതിർത്തെങ്കിലും പിന്നീട് പാത സംബന്ധിച്ച് ഡോക്ടർ E ശ്രീധരന്റെ വിശദീകരണത്തിന് ശേഷം കർണാടക ഇത് അംഗീകരിക്കുകയാണ് ഉണ്ടായത്. വനത്തിലൂടെ കടന്നുപോകുന്ന 11 കിലോമീറ്റർ ദൂരം 35 മീറ്റർ താഴ്ചയിൽ അണ്ടർഗ്രൌണ്ടിലൂടെയാണ് പാത കടന്നുപോവുക. ഇത് വന്യമൃഗങ്ങൾക്കും വനത്തിനും ദോഷമുണ്ടാവില്ല എന്നും കർണാടക സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ വനത്തിലൂടെ അല്ലാതെയുള്ള ബദൽ നിർദ്ദേശമില്ലെന്നും കർണാടകയെ ഡോക്ടർ E ശ്രീധരൻ നേരത്തെ തന്നെ ബോധ്യപ്പെടുത്തിയതിനാൽ ഇത് സംബന്ധിച്ച ഊഹാപോഹങ്ങൾക്ക് നേരത്തെ തന്നെ വിരാമമായതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മന്ത്രിയുടെ പ്രസംഗത്തിൽ നിന്നും മനസ്സിലാവുന്നത് സർക്കാരിനെയും മന്ത്രിയെയും പാത സംബന്ധിച്ച് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാണെന്നാണ് റെയിൽവേ ആക്ഷൻ കമ്മിറ്റി കൺവീനർ പറയുന്നത്. ഇക്കോ സെൻസിറ്റീവ് മേഖലയിലൂടെ പാത കടന്നുപോകുന്നതിന് ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ അനുമതി ലഭിച്ചിട്ടുണ്ടെന്നും സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഗൂഢശക്തികളെ സർക്കാർ തിരിച്ചറിയണമെന്നുമാണ് ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യം. കേരളത്തിന് മൊത്തം ഗുണകരമാകുന്ന ഈ പാത അട്ടിമറിക്കാനുള്ള ശ്രമത്തിൽ നിന്നും ഗൂഢശക്തികൾ പിന്മാറിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി രംഗത്ത് വരാനുമാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. അതേസമയം ഈ മാസം 16-ന് തിരുവനന്തപുരത്ത് നടക്കുന്ന റെയിൽവേ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ യോഗത്തിൽ പാതയ്ക്ക് അനുകൂലമായ തീരുമാനമുണ്ടാവുമെന്നുമാണ് പ്രതീക്ഷയുള്ളത്. നിയമപരമായ തടസ്സങ്ങളുണ്ട് എന്ന് പറയുന്നത് തീർച്ചയായും ശരിയല്ല. മാത്രമല്ല, റെയിൽപാതയ്ക്ക് പുതിയൊരു ബദൽ അലൈൻമെൻറ്റ് നിശ്ചയിക്കണമെന്ന് കർണാടക സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ല. ചർച്ചയിൽ ഇത്തരമൊരു നിർദ്ദേശം ഉയർന്നു വരിക മാത്രമാണ് ചെയ്തിരുന്നത്. എന്നാൽ വനത്തിലൂടെ അല്ലാതെ ഒരു അലൈൻമെൻറ്റ് സാധ്യമല്ല എന്ന് ഡോക്ടർ E ശ്രീധരൻ തന്നെ രേഖാമൂലം കർണാടക സർക്കാരിനെ അറിയിച്ചിട്ടുമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതെല്ലാം അടഞ്ഞ അധ്യായങ്ങളാണ്. വയനാട് ന്യൂസ്, ബത്തേരി. നിലമ്പൂർ വയനാട് നഞ്ചങ്കോട് റെയിൽവേ സർവേ സംബന്ധിച്ച ആശങ്കകൾ നിലനിൽക്കുമ്പോൾ ട്രോളർമാർക്ക് ഇതൊരു വിഷയമായി. മൊബൈലുകളിൽ പാതയുടെ സർവേ മുടങ്ങിയതിന്റെയും പാത ചരിത്രപ്രസിദ്ധമായ ഒന്നാക്കും എന്നുള്ള ട്രോളുകളാണ് നിറയുന്നത്. നാട്ടിൽ ഒരു വിഷയം കെട്ടാൻ കാത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലെ ട്രോളന്മാർ. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എത്തുന്ന ട്രോളുകൾ വയനാട് റെയിൽവേ സംബന്ധിച്ചാണ്. എല്ലാവിധ സാമൂഹ്യ വിഷയത്തിലും ഇടപെടുന്ന ട്രോളന്മാർ വയനാട് നഞ്ചങ്കോട് റെയിൽവേയും വെറുതെ വിടുന്നില്ല. ഈ കാര്യത്തിൽ സർക്കാരിനെതിരെയാണ് ട്രോളുകൾ കൂടുതൽ. ട്രാഫിക് എന്ന സിനിമയിൽ ജോസ് പ്രകാശിന്റെ ഡയലോഗിലാണ് ഒരു ട്രോൾ. ഇദ്ദേഹത്തെ ഡോക്ടർ E ശ്രീധരനായാണ് ട്രോളിൽ മാറ്റിയിരിക്കുന്നത്. എല്ലാത്തിനോടും പറയുന്ന പോലെ ഒരു നോ പറഞ്ഞാൽ നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽവേ അങ്ങ് ഇല്ലാതാകും. എന്നാൽ നിങ്ങളുടെ ഒരു യെസ്
അതൊരു ചരിത്ര പദ്ധതിയെ സാക്ഷാത്കരിക്കും എന്നാണ് ഈ ട്രോൾ. അടുത്തത് അന്യഭാഷാ ചിത്രത്തിലെ നായകൻ ട്രാക്കിലൂടെ ഓടിയെത്തുന്ന ട്രെയിനിനെ ഇടിച്ച് ബ്ലോക്ക് ചെയ്യുന്ന ഒന്നാണ്. കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനം നിർവഹിച്ച സർക്കാർ വയനാട് റെയിൽവേ കൈകാര്യം ചെയ്യുന്ന വിധം എന്നതാണ് സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന ഈ ട്രോൾ. വരും ദിവസങ്ങളിൽ കൂടുതൽ ട്രോളുകൾ ഇത് സംബന്ധിച്ച് ഇറങ്ങുമെന്നതിൽ സംശയവുമില്ല. വയനാട് ന്യൂസ്, ബത്തേരി. വേനൽ മഴയോടൊപ്പം ന്യൂനമർദ്ദം തുടങ്ങിയതോടെ പുഞ്ചകൃഷി ചെയ്ത കർഷകർ പ്രതിസന്ധിയിൽ. പുൽപ്പള്ളി മേഖലയിലെ ചേകാടി, സീതാമൗണ്ട്, മരക്കടവ്, ഇരിപ്പൂട്, ചെറ്റപ്പാലം തുടങ്ങിയ ഭാഗങ്ങളിൽ വരൾച്ചയെ അതിജീവിച്ച് പുഞ്ചകൃഷി ചെയ്ത കർഷകരാണ് കൊയ്തിട്ട കറ്റകൾ കളത്തിലേക്ക് ഇറക്കാൻ കഴിയാതെ വലയുന്നത്. ന്യൂനമർദ്ദത്തെ തുടർന്ന് വേനൽമഴ ശക്തമായി ലഭിച്ചതോടെ വിളഞ്ഞുപാകമായ നെൽക്കതിരുകൾ കൊയ്തിറക്കാൻ കഴിയുന്നില്ല. ഇതിനു പുറമെ വിളഞ്ഞുപാകമായ നെല്ല് കൊയ്തെടുക്കാൻ തൊഴിലാളികളെ കിട്ടാനുമില്ല. ഇത്തവണ വയലിൽ പുഞ്ചകൃഷി കുറവായതിനാൽ മെതിയന്ത്രങ്ങളും ലഭിക്കുന്നില്ല. നാമമാത്രം പുഞ്ചകൃഷിയുള്ളതിനാൽ മെതിയന്ത്രങ്ങൾ വാടകയ്ക്ക് നൽകിയിരുന്ന ഉടമകൾ സ്ഥിരമായി പണി ലഭിക്കാത്തതിനാൽ മറ്റ് തൊഴിൽ തേടിപ്പോയി. മഴ വൈകിയതിനെ തുടർന്ന് ഇഞ്ചി, ചേന, കപ്പ തുടങ്ങിയ കൃഷികൾ കർഷകർ ഒന്നിച്ചു തുടങ്ങിയതാണ് കൊയ്ത്തിന് ആളെ ലഭിക്കാത്തതിന് കാരണം. നെൽകൃഷി ചെയ്യുന്ന കർഷകർ വരൾച്ചയെ അതിജീവിച്ചും കൃഷിയിറക്കിയെങ്കിലും കൊയ്യാൻ തൊഴിലാളികളെ ലഭിക്കാത്തതും നെൽകൃഷി ചെയ്യുന്ന കർഷകർ പിന്തിരിയാൻ കാരണമായി. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. സംസ്ഥാനത്ത് കാട്ടാനകളുടെ സെൻസസ് ഈ മാസം 17 മുതൽ ആരംഭിക്കും. 3 ദിവസം നീണ്ടുനിൽക്കുന്ന സെൻസസ് 5 വർഷത്തിന് ശേഷമാണ് നടക്കുന്നത്. കേരളത്തിൽ 641 ബ്ലോക്കുകളായി തിരിച്ചാണ് ആന സെൻസസ് നടക്കുക. പെരിയാർ കടുവാ സങ്കേതം ഫൗണ്ടേഷനാണ് സംസ്ഥാനത്ത് കണക്കെടുപ്പിന് നേതൃത്വം നൽകുന്നത്. സംസ്ഥാനത്ത് 5 വർഷത്തിനു ശേഷം കാട്ടാനകളുടെ കണക്കെടുപ്പ് ഈ മാസം 17 മുതൽ 19 വരെ നടക്കും. കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിലും ഈ ദിവസങ്ങളിൽ കണക്കെടുപ്പ് ഉണ്ടാവും. സംസ്ഥാനത്ത് കാട്ടാനകളെ കണ്ടുവരുന്ന 9670 ചതുരശ്ര കിലോമീറ്റർ വനം 641 ബ്ലോക്കുകളായി തിരിച്ചാണ് കണക്കെടുപ്പ്. ഇതിനായി 120 വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകി കഴിഞ്ഞു. ഇവർ കണക്കെടുപ്പിന് പോകുന്ന 2000 ഫീൽഡ് സ്റ്റാഫിനും പരിശീലനം നൽകും. ഒരു വാച്ചറും 2 ഫോറസ്റ്റ് ഓഫീസർമാരും അടങ്ങുന്ന 3-അംഗ സംഘമാണ് ഓരോ ബ്ലോക്കിലും കണക്കെടുപ്പ് നടത്തുക. ആദ്യ ദിവസം വനത്തിൽ പോയി ആനകളെ നേരിട്ട് കണ്ടെണ്ണുകയാണ് ചെയ്യുക. 16-ന് ആനപ്പിണ്ടമടക്കം എന്നിവ പരിശോധിച്ചും 3-ാം ദിവസം വാച്ച് ടവർ, അതുപോലെ ദൂരക്കാഴ്ചകൾ ലഭിക്കുന്ന പ്രദേശം എന്നിവയുടെ സഹായത്താൽ നിരീക്ഷണം നടത്തിയും കണക്കെടുപ്പ് നടത്തും. പിന്നീട് ഈ കണക്കുകൾ ഒന്നിച്ചിരുന്ന് ക്രോഡീകരിക്കും. 2012 നടന്ന സെൻസസ് പ്രകാരം വയനാട്ടിൽ 600-ലേറെ ആനകളും സംസ്ഥാനത്ത് 6000-ലേറെ ആനകളുമുണ്ടെന്നുമാണ് കണക്ക്. വയനാട് ന്യൂസ്, ബത്തേരി. വനവാസി വിദ്യാർത്ഥികളെ വിദ്യാലയങ്ങളിൽ എത്തിക്കാനുള്ള പദ്ധതിയായ ഗോത്രസാരഥി നിലയ്ക്കുന്നു. പട്ടികവർഗ വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിക്ക് ഇനി മുതൽ TDOയുടെ അനുമതിയോടെ മാത്രമേ നടപ്പാക്കാനാവൂ. സുൽത്താൻ ബത്തേരി താലൂക്കിൽ മാത്രം 38 വിദ്യാലയങ്ങളിൽ ഗോത്രസാരഥിയെ ആശ്രയിച്ച് സ്കൂളിലെത്തുന്ന 100 കണക്കിന് വനവാസി വിദ്യാർത്ഥികളുണ്ട്. വിദ്യാഭ്യാസ വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ വാഹനങ്ങൾ ഉറപ്പാക്കിയാലേ ഈ കുട്ടികളെ സമയത്തിന് ക്ലാസുകളിൽ എത്തിക്കാൻ കഴിയൂ. സ്വന്തമായി വാഹനങ്ങളുള്ള ചില എയ്ഡഡ് വിദ്യാലയ നടത്തിപ്പുകാർ ഈ പദ്ധതിയിൽ ക്രമക്കേട് വരുത്തുന്നതായി ആരോപണമുയർന്നിട്ടുണ്ട്. കഴിഞ്ഞ വിദ്യാഭ്യാസ വർഷം ഈ ആവശ്യത്തിനായി ഓടിയ വാഹനങ്ങളുടെ മാർച്ച് വരെയുള്ള കുടിശ്ശിക ഉടൻ നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ വർഷം പദ്ധതി നടപ്പാക്കിയ സർക്കാർ വിദ്യാലയങ്ങളിലെങ്കിലും ജൂൺ ആദ്യം മുതൽ ഗോത്രസാരഥി പദ്ധതി നടപ്പാക്കണമെന്ന ആവശ്യമുയരുന്നത്. കഴിഞ്ഞ വർഷം പദ്ധതി നടപ്പാക്കിയ സർക്കാർ വിദ്യാലയങ്ങളിലെങ്കിലും ജൂൺ ആദ്യം മുതൽ ഗോത്രസാരഥി പദ്ധതി നടപ്പാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. വയനാട് ന്യൂസ്, ചീരാൽ. പുതിയ സർക്കാരിൽ പ്രതീക്ഷയർപ്പിച്ച് ജില്ലയിലെ ഭൂരഹിതരായ ആദിവാസി കുടുംബങ്ങൾ. ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടിയുള്ള ഇവരുടെ കാത്തിരിപ്പിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ആദിവാസി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ 10ഓളം കേന്ദ്രങ്ങളിൽ ഭൂസമരം തുടരുകയാണ്. 5 വർഷമായി ഇവർ സമരപാതയിലാണ്. ചിലയിടങ്ങളിൽ മറ്റു സംഘടനകളുടെ നേതൃത്വത്തിലും നിക്ഷിപ്ത വനഭൂമികളിലും മറ്റും കുടിൽകെട്ടി താമസിച്ചു വരുന്നുണ്ട്. ആദിവാസി ക്ഷേമ സമിതിയുടെ ഏറ്റവും വലിയ ഭൂസമര കേന്ദ്രം പുൽപ്പള്ളി ചീയമ്പത്താണ്. ഇവിടെ മാത്രം 300ഓളം ആദിവാസി കുടുംബങ്ങൾ തേക്ക് പ്ലാന്റേഷനിൽ കുടിൽകെട്ടി താമസിക്കുന്നുണ്ട്. ജില്ലയിലാകെ വിവിധ കേന്ദ്രങ്ങളിൽ 2000ഓളം ആദിവാസി കുടുംബങ്ങൾ ഇത്തരം കേന്ദ്രങ്ങളിൽ താമസിച്ചു വരുന്നു. സമരത്തിന്റെ ആദ്യ നാളുകളിൽ ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കി ജയിൽവാസത്തിന് അയച്ചു. അതിനുശേഷം വീണ്ടും ഇവർ തിരികെ എത്തിയത് സമരഭൂമിയിലേക്ക് തന്നെയാണ്. പോലീസും വനപാലകരും ചേർന്ന് പൊളിച്ചു നീക്കിയ കുടിലുകളുടെ സ്ഥാനത്ത് വീണ്ടും കുടിൽകെട്ടി. LDF സർക്കാർ അധികാരത്തിൽ വന്നതോടെ സ്വന്തമായി ഭൂമി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. സമരകേന്ദ്രങ്ങളിൽ കുടുംബങ്ങളുടെ ജീവിതം ദുരിതപൂർണമാണ്. പുതിയ സർക്കാരിൽ പ്രതീക്ഷയർപ്പിച്ചാണ് ഈ കുടുംബങ്ങൾ കഴിയുന്നത്. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. കാരാപ്പുഴ വിനോദസഞ്ചാര കേന്ദ്രം ഗാർഡന്റെ ഉദ്ഘാടന നടത്തിപ്പിനായി സ്വാഗത സംഘം രൂപീകരിച്ചു. 501 കമ്മിറ്റിയെയാണ് തിരഞ്ഞെടുത്തത്. 2013 ആരംഭിച്ച കാരാപ്പുഴ വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ പ്രവൃത്തികൾ 1-2 ഘട്ടങ്ങളിലായി പുരോഗമിക്കുകയാണ്. ഈ മാസം 21 സംസ്ഥാനത്തെ 2 മന്ത്രിമാർ ചേർന്ന് ഉദ്ഘാടനം ചെയ്യും.
ഉദ്ഘാടന പരിപാടികൾ വർണ്ണഗംഭീരമാക്കാൻ വേണ്ടിയാണ് സ്വാഗത സംഘം രൂപീകരിച്ചത്. 501 അംഗ കമ്മിറ്റിയെയും 5 സബ് കമ്മിറ്റികളുമാണ് കാരാപ്പുഴ കോൺഫറൻസ് ഹാളിൽ നടന്ന മീറ്റിംഗിൽ വെച്ച് തിരഞ്ഞെടുത്തത്. ADM KM രാജു, കാരാപ്പുഴ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷീല ജോൺ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി സന്ദീപ്, വിൽസൺ, അജിത് കുമാർ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. വയനാട്ടിൽ ഇത്രയും പ്രകൃതി ഭംഗിയുള്ള ഒരു ഏരിയ ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് നമ്മുടെ ബാണാസുര സാഗർ ആയാലും അതിൻ്റെ ഒരു ഇരട്ടി ഭംഗി ഇവിടെയുണ്ട്. മനുഷ്യർക്ക് അത്ര ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ. ഹൈവേ 5 കിലോമീറ്റർ ഇല്ല, നടന്നു കയറേണ്ട ഒരു പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വളരെ നല്ലതാണ്. ഇനി കുടിവെള്ളം ഉള്ളത് കൊണ്ട് നമുക്ക് ഡീസൽ ബോട്ടോ അങ്ങനെയൊന്നും ഇടാൻ പറ്റില്ല. പക്ഷെ ആ രീതിയിൽ ഇതിനെ യോജിക്കുന്ന രീതിയിലുള്ള ബോട്ടിങ്ങും ഒക്കെ ഇവിടെ വരണം. അങ്ങനെ പല ഐഡിയകളുണ്ട്. അത് നന്നായി വരുന്നുള്ളതാണ്. നമ്മുടെ ഇത് തുറന്നു കിട്ടുന്നതോടുകൂടി അപകട ഭീഷണിയായി ദേശീയപാതയോരത്തെ ഉണക്കമരങ്ങൾ. ലക്കിടി മുതൽ മുത്തങ്ങ വരെയുള്ള ഭാഗങ്ങളിലാണ് വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ഭീഷണിയായി ഉണക്കമരങ്ങൾ നിൽക്കുന്നത്. ഇത്തരം മരങ്ങൾ മുറിച്ചു നീക്കണമെന്നാണ് ആവശ്യം. ദേശീയപാത 766 ഇരുഭാഗത്തും നിൽക്കുന്ന ഉണങ്ങിയ മരങ്ങളാണ് കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഒരുപോലെ ഭീഷണിയാവുന്നത്. ലക്കിടി മുതൽ മുത്തങ്ങ വരെയുള്ള ഭാഗങ്ങളിൽ 100 കണക്കിന് മരങ്ങളാണ് ഇത്തരത്തിൽ ഭീഷണിയായിരിക്കുന്നതും. ഉണങ്ങി നിൽക്കുന്ന മരങ്ങൾ ഏത് സമയവും നിലംപതിക്കാമെന്ന അവസ്ഥയിലാണുള്ളത്. മുമ്പ് നിരവധി തവണ ഇത്തരത്തിലുള്ള മരങ്ങൾ വീണ് അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപകടങ്ങൾ ഉണ്ടാവുന്ന സമയങ്ങളിൽ നടത്തുന്ന പ്രഖ്യാപനങ്ങളല്ലാതെ മരങ്ങൾ മുറിച്ചു നീക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായിരുന്നില്ല. വൻമരങ്ങൾ പലതും വൈദ്യുതി ലൈനുകൾക്കും ഭീഷണിയായിട്ടുണ്ട്. മഴക്കാലം എത്തി നിൽക്കെ ഇത്തരം മരങ്ങൾ എത്രയും പെട്ടെന്ന് മുറിച്ചു നീക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ഒരുപാട് അപകടങ്ങൾ ബാധിക്കുന്ന മരങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നടക്കുന്നത്. വാഹനങ്ങൾ ഓടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഇതിൻ്റെ അധികൃതർ ശരിക്കും പറഞ്ഞായിട്ട് ശ്രദ്ധിക്കുന്നില്ല. ഇത് പ്രകൃതി സ്നേഹികൾ പറയും മരം മുറിക്കാൻ പറ്റില്ല എന്ന്. പക്ഷേ മനുഷ്യൻ്റെ ജീവനല്ലേ വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ കിടക്കുന്ന ഓരോ കമ്പും ചുള്ളി ഇപ്പോൾ സ്കൂൾ തുറക്കാനായി ജൂൺ മാസത്തിലായി കഴിഞ്ഞ് സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഇനി മഴ പെയ്യുകയാണെങ്കിൽ ഓരോ കമ്പുകൾ പൊട്ടി വീണ് മൊത്തത്തിൽ നാശനഷ്ടങ്ങൾ വരാൻ കാര്യമുണ്ട്. നിർത്തിയിട്ട വണ്ടീൻ്റെ മുകളിൽ വരെ ശരിക്കും പറഞ്ഞാൽ മരങ്ങൾ കമ്പുകൾ പൊട്ടി വീണ് ഗ്ലാസ് തുറന്നു പോകുന്നു, അപകടം സംഭവിച്ചിട്ടുണ്ട്. വയനാട് ന്യൂസ്, ബത്തേരി. സുഗന്ധവ്യഞ്ജനങ്ങളുടെ പ്രദർശനവുമായി നീലഗിരിയിലെ വസന്തോത്സവം കാണികളെ ആകർഷിക്കുന്നു. ഗൂഡല്ലൂരിലാണ് 20 തരം സുഗന്ധവ്യഞ്ജനങ്ങളുടെ പ്രദർശനം. ഇതിന്റെ ഭാഗമായി സുഗന്ധവ്യഞ്ജനങ്ങൾ കൊണ്ട് തീർത്ത സേനാ ഹെലികോപ്റ്റർ മാതൃക ഏറെ ആകർഷകമായി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വസന്തോത്സവത്തിന്റെ ഭാഗമായി വിവിധതരം പുഷ്പമേളകൾ, പച്ചക്കറി മേളകൾ സംഘടിപ്പിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഗൂഡല്ലൂരിൽ സുഗന്ധവ്യഞ്ജനങ്ങളുടെ പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. 20 തരം സുഗന്ധവ്യഞ്ജനങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഹെലികോപ്റ്റർ ഏറെ ജനശ്രദ്ധ ആകർഷിച്ചു. 40 കിലോ സുഗന്ധവ്യഞ്ജനങ്ങളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കൃഷി വകുപ്പിന്റെ കീഴിലാണ് ഹെലികോപ്റ്റർ മാതൃക നിർമ്മിച്ചത്. പ്രദർശനത്തിൽ സുഗന്ധവ്യഞ്ജനങ്ങളുടെ 27 സ്റ്റാളുകൾ ഒരുക്കിയിട്ടുണ്ട്. ഗൂഡല്ലൂർ സെന്റ് തോമസ് സ്കൂൾ മൈതാനത്ത് രാജ്യസഭാംഗം KR അർജുനൻ ഉദ്ഘാടനം ചെയ്തു. C ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ഗൂഡല്ലൂർ MLA ദ്രാവിഡമണി, A മില്ലർ, DRO ഭാസ്കര പാണ്ഡ്യൻ, RDO R ദിനകരൻ എന്നിവർ സംസാരിച്ചു. പ്രദർശനം നാളെ സമാപിക്കും. വയനാട് ന്യൂസ്, ചീരാൽ. പുൽപ്പള്ളി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ രോഗികൾക്ക് മതിയായ ചികിത്സ ലഭ്യമാക്കാൻ ആരോഗ്യവകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന പരാതി. പുൽപ്പള്ളി, മുള്ളംകൊല്ലി, പൂതാടി, നൂൽപ്പുഴ, ചെതലയം എന്നീ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടെ മേൽത്തട്ട് സ്ഥാനമായിട്ട് പോലും ചികിത്സാ കാര്യങ്ങളിൽ അടിസ്ഥാന സൗകര്യവും ഒരുക്കുന്നതിന് അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. പനമരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ 2 ലക്ഷത്തിൽ പരം ആളുകളുടെ ചികിത്സാ കേന്ദ്രമാകേണ്ട സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് ഇടത് വലതു മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടും ചികിത്സാ കാര്യത്തിൽ പുരോഗതി ഉണ്ടാക്കാൻ കഴിയുന്നില്ല. 6 ഡോക്ടർമാരും 40-ൽ പരം ജീവനക്കാരുമുള്ള സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങളിൽ മതിയായ കെട്ടിട സൗകര്യവും അനുബന്ധ രോഗനിർണയ സംവിധാനങ്ങളും ഉണ്ടെന്നിരിക്കെ വാർഡുകളിൽ രോഗികളെ കിടത്തി ചികിത്സിക്കാൻ ഡോക്ടർമാർ തയ്യാറാകുന്നില്ല. ഇതുമൂലം ബത്തേരി താലൂക്ക് ആശുപത്രിയിലോ മാനന്തവാടി ജില്ലാ ആശുപത്രിയിലോ കിടപ്പ് രോഗികളെ പറഞ്ഞയക്കുകയാണ് പതിവ്. മാതൃ ശിശു സംരക്ഷണ വിഭാഗം ഒട്ടും കാര്യക്ഷമമല്ലെന്നും പരക്കെ ആരോപണമുയരുന്നു. രേഖകൾ പരിശോധിച്ചാൽ പുൽപ്പള്ളി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പ്രസവങ്ങൾ നാമമാത്രമാണ്. ഗ്രാമീണ മേഖലകളിൽ സാധാരണ ജനങ്ങളും ആദിവാസികളും തിങ്ങിപ്പാർക്കുന്ന മേഖലയായിട്ട് പോലും ആവശ്യമായ ചികിത്സാ സേവനങ്ങൾ ലഭ്യമാക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല. ഗൈനക്കോളജിസ്റ്റിനെ നിയമിക്കുന്നതിന് വർഷങ്ങളായി യാതൊരു നടപടിയുമില്ല. ചികിത്സാ സേവനങ്ങൾ കെട്ടിട നിർമ്മാണങ്ങളിലും അടിസ്ഥാന വികസനങ്ങളിലും ഊന്നൽ നൽകുമ്പോൾ ദേശീയ ആരോഗ്യ നിലവാരത്തിലേക്ക് ഉയർത്തപ്പെട്ട സാമൂഹികാരോഗ്യ കേന്ദ്രം കടലാസിൽ മാത്രം ഒതുങ്ങുന്നു. ദേശീയ സംസ്ഥാന സർക്കാരുകളുടെ വ്യത്യസ്തമായ ആരോഗ്യ സേവന പദ്ധതികളും പുൽപ്പള്ളിക്കാർക്ക് നഷ്ടമാവുകയാണ്. ജനനി ശിശു സുരക്ഷാ പദ്ധതി തുടങ്ങി പ്രസവാനന്തര സഹായ പദ്ധതികളും ഇതുമൂലം സാധാരണക്കാർക്ക് ലഭ്യമല്ലാതാകുന്നു. കർഷക കെടുതികളിലും വരൾച്ചാ കെടുതിയിലും അമർന്ന ജനങ്ങൾക്ക് അടിസ്ഥാന ചികിത്സ പോലും നിഷേധിക്കുന്ന നിലപാടാണ് ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ഉണ്ടാകുന്നത്.
പുൽപ്പള്ളി, മുള്ളൻകൊല്ലി പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് ആവശ്യമായ ചികിത്സകൾ ലഭിക്കണമെങ്കിൽ ബത്തേരിയിലോ മാനന്തവാടിയിലോ പോകേണ്ട അവസ്ഥയാണ്. ഇതിന് പരിഹാരം കാണാൻ ത്രിതല പഞ്ചായത്തും ജനപ്രതിനിധികളും MLA, MP ഉൾപ്പെടെയുള്ളവരും തയ്യാറാകണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ആതുര സേവന രംഗത്ത് ആശ്വാസമായിക്കൊണ്ടിരിക്കുന്ന പുൽപ്പള്ളി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ അവിടെ കിടത്തി ചികിത്സ ഇല്ലാത്ത ഒരവസ്ഥയാണുള്ളത്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒത്തിരി ആളുകൾക്ക് ചികിത്സ നിഷേധിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. അവരെ ജില്ലാ ഹോസ്പിറ്റലിലേക്കും അതുപോലെ താലൂക്ക് ഹോസ്പിറ്റലിലേക്കൊക്കെ റെഫർ ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് അടിയന്തരമായി ഇവിടെ ഗൈനക്കോളജിസ്റ്റിനെ നിയമിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള ഹോസ്പിറ്റലിലെ പ്രവർത്തനം ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. മുഴുവൻ സമയവും ആശുപത്രിയുടെ പ്രവർത്തനം ഉണ്ടാകണം. ആവശ്യത്തിനുള്ള ഡോക്ടർമാരും അതുപോലെ കിടത്തി ചികിത്സയ്ക്കുള്ള ഒരു സംവിധാനവും അടിയന്തരമായി അധികൃതർ ഉണ്ടാകണമെന്നാണ് നമ്മുടെ ആവശ്യം. ബെനി മാത്യു, വയനാട് ന്യൂസ്, പുൽപ്പള്ളി. കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷന്റെ പേരിൽ വ്യാജമായി വാർത്ത കൊടുക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് KSTA ജില്ലാ കമ്മിറ്റിയുടെ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. KSTA പേരിൽ കഴിഞ്ഞ ദിവസം ചില പത്രങ്ങളിൽ വന്ന വാർത്ത സംഘടനയുമായി ബന്ധമില്ലാത്തതാണ്. സംഘടനയിൽ നിന്ന് മുമ്പ് പുറത്താക്കിയവരാണ് ഇത്തരം വാർത്തകൾ കൊടുക്കുന്നത്. ഇവർ KSTA പേര് പറഞ്ഞ് മെമ്പർമാരെ ചൂഷണം ചെയ്യുകയാണെന്നും നേതാക്കൾ ആരോപിച്ചു. വാർത്താസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് മോഹൻദാസ് പുൽപ്പള്ളി, സെക്രട്ടറി രജനി സതീഷ്, VP വിജയൻ, ലിജി സാജു എന്നിവർ പങ്കെടുത്തു. വയനാട് ജില്ലയിൽ തന്നെ ഏകദേശം 3000-ൽ പരം ആൾക്കാരുള്ള ഈ സംഘടനയിൽ നിന്ന് പുറത്താക്കപ്പെട്ട KK മനോഹരൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിന് ഞങ്ങൾ 2013 ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി നേതൃത്വം വേഗമായിട്ട് പണപ്പിരിവ് നടത്തിയതിന്റെ ഫലമായിട്ട് ഞങ്ങൾ പുറത്താക്കിയതാണ്, സംഘടന പുറത്താക്കിയതാണ്. വീണ്ടും നമ്മുടെ KSTA പേര് പറഞ്ഞ് നമ്മുടെ തെറ്റിദ്ധാരണ രൂപത്തിൽ ഉണ്ടാകുന്നതിൽ നമ്മുടെ വയനാട് ജില്ലാ കമ്മിറ്റി അതിയായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളിലേക്ക് നിയമ നടപടികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് നമ്മുടെ ജില്ലാ കമ്മിറ്റി അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റി അടക്കമുള്ളവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്തരം ഒരു റിപ്പോർട്ടുമായി പാരാപ്ലീജിയ രോഗികൾക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഓൾ കേരള വീൽചെയർ റൈറ്റ് ഫെഡറേഷൻ, കോയമ്പത്തൂർ സഹായി സ്പൈനൽ ഇഞ്ചുറി റീഹാബിലിറ്റേഷൻ സെന്റർ, ബത്തേരി മുനിസിപ്പാലിറ്റി, താലൂക്ക് ആശുപത്രി, സെക്കൻഡറി ലെവൽ പാലിയേറ്റീവ് കെയർ, അഡോറ ട്രസ്റ്റ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ബത്തേരി ടൗൺ ഹാളിൽ നടന്ന പരിപാടി മുനിസിപ്പൽ ചെയർമാൻ CK സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതാ ശശി അധ്യക്ഷയായിരുന്നു. TL സാബു, TC റോയി, ഡോക്ടർ തോമസ്, ഡോക്ടർ EP മോഹനൻ, നർഗീസ്, സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സമസ്ത വെള്ളമുണ്ട മേഖലാ കോർഡിനേഷൻ കമ്മിറ്റിയുടെ കീഴിൽ കോറോത്ത് ആരംഭിക്കുന്ന വനിതാ ശരീഅത്ത് കോളേജിന്റെ ശിലാസ്ഥാപനവും പ്രഖ്യാപനവും നാളെ വൈകിട്ട് 6 മണിക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരമുള്ള ധാർമ്മിക പഠനവും കേരള സർക്കാരിന്റെ +2 ഹ്യൂമാനിറ്റീസും അടങ്ങുന്ന കരിക്കുലം അടിസ്ഥാനമാക്കിയാണ് കോഴ്സ് ക്രമീകരിച്ചിരിക്കുന്നത്. സമ്മേളനത്തിൽ സമസ്ത ജില്ലാ പ്രസിഡന്റ് KT ഹംസ മുസ്ലിയാർ, V മൂസക്കോയ മുസ്ലിയാർ എന്നിവർ സംസാരിക്കും. വാർത്താസമ്മേളനത്തിൽ AP മമ്മു ഹാജി, ഷൌക്കത്ത് അലി മൗലവി, ഏരി മൊയ്തു ഹാജി, P മായൻ ഹാജി എന്നിവർ പങ്കെടുത്തു. വലിയ സംരംഭത്തിന് ശിലയിടാൻ പോകും. എല്ലാവർക്കും സുപരിചിതമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ വെള്ളമുണ്ട മേഖലയിലെ ആളുകളുടെ ചിരകാല അഭിലാഷമായിരുന്ന ഒരു ആസ്ഥാന മന്ദിരത്തിന് അഭിമതനായ അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ശിലാസ്ഥാപന കർമ്മം. കപ്പ വിളവെടുപ്പ് ആരംഭിച്ചു. വയനാട്ടിലെ കപ്പ കർഷകർ പ്രതീക്ഷയിൽ. തുടക്കത്തിൽ തന്നെ ന്യായമായ വില ലഭിക്കുന്നതാണ് കപ്പ കർഷകർക്ക് പ്രതീക്ഷ നൽകുന്നത്. 16 രൂപ മുതൽ 20 രൂപ വരെയാണ് 1 കിലോ കപ്പയ്ക്ക് കർഷകർക്ക് ലഭിക്കുന്നത്. മറ്റ് കൃഷിയെ അപേക്ഷിച്ച് ചിലവ് കുറഞ്ഞ കൃഷിയായതിനാൽ ജില്ലയിൽ നിരവധി കർഷകരാണ് കപ്പ കൃഷി ചെയ്തു വരുന്നത്. പ്രധാനമായും കർണാടകയിൽ നിന്നുമാണ് വയനാട്ടിലേക്ക് വ്യാപകമായി കപ്പ എത്തിയിരുന്നത്. എന്നാൽ കടുത്ത വരൾച്ചയെ തുടർന്ന് കൃഷി നശിച്ചതും വയനാട്ടിലെ കപ്പ കൃഷിക്ക് ഗുണകരമായി. അതേസമയം കഴിഞ്ഞ ദിവസം ജില്ലയിലുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് ഏക്കർ കണക്കിന് കപ്പ കൃഷി നശിച്ചിരുന്നു. ഇത് കാരണം കർഷകർ കപ്പ കൂട്ടത്തോടെ പറിച്ചത് വിലയിൽ ചെറിയ ഇടിവ് ഉണ്ടാക്കിയതായി കച്ചവടക്കാർ പറയുന്നു. തുടർച്ചയായി നല്ല വില ലഭിക്കുന്നതിനാൽ നിരവധി കർഷകരാണ് കപ്പ കൃഷിയിലേക്ക് തിരിഞ്ഞിരിക്കുന്നത്. വരും ദിവസങ്ങളിലും വില വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് വയനാട്ടിലെ കപ്പ കർഷകർ. കപ്പ കൃഷി ഇക്കൊല്ലം ലാഭകരം തന്നെയാണ്. ചെലവ് വെച്ച് നോക്കുമ്പോൾ ലാഭമാണ്. മുൻവർഷത്തെ അപേക്ഷിച്ച് വിലക്കുള്ളുണ്ട്. എത്ര വർഷമായി കപ്പ കൃഷി തുടങ്ങിയിട്ട്? കപ്പ കൃഷി 6 വർഷമായി തുടർച്ചയായിട്ട്. അതെ. വാഴകൃഷിയൊക്കെ ലാഭകരമാണോ? വാഴകൃഷി ഇപ്പൊ വില കുറവാണ്. സീസണാമത്തെയും വില കൂടുന്നുള്ള പ്രതീക്ഷയിലാണ് കൃഷിക്കാരിക്കുന്നത്. കൂടുതൽ കർഷകർ കപ്പ കൃഷിയിലേക്ക് തിരിയാണ് ഇപ്പോ? ഇല്ല, കപ്പ കൃഷി കുറവായി പ്രാവശ്യം. പൊതുവെ കൂടുതൽ വാഴകൃഷിയാണ്. വയനാട് ന്യൂസ്, മാനന്തവാടി.
മണ്ടരിക്ക് പിന്നാലെ എത്തിയ കൂമ്പ് ചീയലിന് ശേഷം ഇപ്പോൾ മഞ്ഞളിപ്പും തെങ്ങ് കൃഷിയുടെ കൂമ്പടയ്ക്കുന്നു. വൻതോതിൽ തെങ്ങ് കൃഷിയുണ്ടായിരുന്ന വയനാട്ടിൽ കർഷകർ ഇപ്പോൾ തെങ്ങ് നടാറില്ല. തെങ്ങ് നിറഞ്ഞിരുന്ന പുരയിടങ്ങൾ പലതും ഇന്ന് കാലിസ്ഥലമായി. നിരവധി കർഷകരാണ് തെങ്ങ് വെട്ടിമാറ്റിയത്. മണ്ണിന്റെ ഘടന, മൂലകങ്ങളുടെ കുറവ്, അധിക മഴ എന്നിവയെല്ലാമാണ് അധികൃതർ ഇതിന് കാരണമായി പറയുന്നത്. വയൽ പ്രദേശത്തുള്ള തെങ്ങുകൾക്കാണ് കാര്യമായി മഞ്ഞളിപ്പ് കാണുന്നത്. തെങ്ങിൻ കൂമ്പിൽ നിശ്ചിത അളവിൽ ബോഡോ മിശ്രിതം തളിക്കണമെന്നാണ് നാളികേര വികസന ബോർഡ് പറയുന്നത്. എന്നാൽ തേങ്ങ പറിക്കാൻ ആളെ കിട്ടാത്തപ്പോൾ തെങ്ങിന്റെ കൂമ്പിൽ മരുന്നടി നടക്കില്ല. പുതിയ ഇനം തെങ്ങുകൾക്ക് രോഗപ്രതിരോധശേഷി കുറവാണെന്നും പലവിധ രോഗബാധയ്ക്ക് കാരണമാകുന്നുവെന്നും കർഷകർ പറയുന്നുണ്ട്. ജില്ലയിൽ പണ്ട് നട്ട തെങ്ങുകൾ ഇപ്പോഴും കേടില്ലാതെ നിൽക്കുന്നു. എന്നാൽ അടുത്ത കാലത്ത് നട്ട തെങ്ങുകളാണ് കീടബാധ മൂലം നശിക്കുന്നത്. കൊമ്പൻ ചെല്ലി ഇപ്പോൾ തെങ്ങിന് വൻ ഭീഷണിയാണ്. കേടുവന്ന തെങ്ങുകളിലാണ് ഇവയുടെ താവളം. ദിനംപ്രതി രോഗം വർദ്ധിക്കുന്നതിന് പുറമെ തേങ്ങയുടെ വിലയിടിവും കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന സഹായങ്ങൾ കേര കർഷകരിൽ യഥാസമയം എത്തിക്കാൻ നടപടി വേണമെന്നാണ് കർഷകരുടെ ആവശ്യം. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. കേരള മദ്യനിരോധന സമിതിയുടെ വാഹന പ്രചാരണ ജാഥയ്ക്ക് ബത്തേരിയിൽ സ്വീകരണം നൽകി. ചുങ്കത്ത് നടന്ന സ്വീകരണ പരിപാടിയിൽ ഭാസ്കരൻ മാഷ് അധ്യക്ഷനായിരുന്നു. ഫാദർ വർഗീസ് മൂഴിത്തെറ്റ്, ഡോക്ടർ ലക്ഷ്മണൻ, ഇ കുഞ്ഞികൃഷ്ണൻ, NU ബേബി, VG ശശി, അബു ഗുഡലായി തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട് റെയിൽവേ ആശയക്കുഴപ്പത്തിന് അറുതിയില്ല. പാത അനുവദിക്കില്ലെന്ന പ്രസ്താവനകൾക്ക് പിന്നിൽ തലശ്ശേരിയും മൈസൂർ റെയിൽവേ ലോബി. സർക്കാരിനെയും മന്ത്രിയെയും ലോബികൾ തെറ്റിദ്ധരിപ്പിച്ചെന്നും ആരോപണം. പാത അട്ടിമറിക്കുന്നതിനെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങി റെയിൽവേ ആക്ഷൻ കമ്മിറ്റി. സോഷ്യൽ മീഡിയയിൽ ട്രോളർമാരും സജീവം. മഴയിൽ നനഞ്ഞ് പുഞ്ചകൃഷി. കൊയ്തെടുത്ത കറ്റകൾ മെതിച്ചെടുക്കാനാകാതെ കർഷകർ. നെല്ല് കൊയ്യാൻ തൊഴിലാളികളെ കിട്ടാത്തതും കർഷകർക്ക് തിരിച്ചടി. സംസ്ഥാനത്ത് കാട്ടാന സെൻസസ് ഈ മാസം 17 മുതൽ. സെൻസസ് നടക്കുന്നത് സംസ്ഥാനത്ത് വനത്തെ 641 ബ്ലോക്കുകളായി തിരിച്ച്. കണക്കെടുപ്പ് നടക്കുന്നത് 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം. ഗോത്രവർഗ വിദ്യാർത്ഥികളെ വിദ്യാലയത്തിൽ എത്തിക്കുന്ന ഗോത്രസാരഥിയും നിലച്ചു. TDOയുടെ അനുമതിയോടെ മാത്രമേ പദ്ധതി നടപ്പാക്കാവൂ എന്ന ഉത്തരവ്. ബത്തേരി താലൂക്കിൽ മാത്രം പദ്ധതിയെ ആശ്രയിക്കുന്നത് 38 വിദ്യാലയങ്ങൾ. പുതിയ സർക്കാരിൽ പ്രതീക്ഷയർപ്പിച്ച് ജില്ലയിലെ ഭൂസമര കേന്ദ്രങ്ങളിലെ ഗോത്രവർഗ കുടുംബങ്ങൾ. ഭൂസമരം നടക്കുന്നത് ജില്ലയിലെ 10 കേന്ദ്രങ്ങളിൽ. സമര കേന്ദ്രങ്ങളിൽ ഉള്ളത് 2000-ഓളം ഗോത്രവർഗ കുടുംബങ്ങൾ. കാരാപ്പുഴ വിനോദസഞ്ചാര കേന്ദ്രം ഉദ്ഘാടനം ഈ മാസം 21-ന്. 2 മന്ത്രിമാർ ചേർന്ന് കേന്ദ്രം നാടിന് സമർപ്പിക്കും. 501 അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു. ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.